അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. നമ്മൾ സൂറ ഹദീദാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത്. 6 ആയത്താണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തിൻ്റെ ഒരു വിഷയം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ആയത്തുകൾ ഇറങ്ങാനുള്ളൊരു സന്ദർഭം, അത് ധാരാളം സമർപ്പണം ആവശ്യമുള്ളൊരു ഘട്ടം, ധാരാളം ത്യാഗങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് അത്രയും ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാവാത്തപ്പം അള്ളാഹു അവരെ അതിനുവേണ്ടി പ്രചോദിപ്പിക്കുന്നതാണ് ഈ സൂറത്തിൻ്റെ ആദ്യത്തെ ആയത്തുകൾ. അപ്പോൾ അതിൽ അള്ളാഹു ആദ്യമായി അവരോട് പറയുന്നത് അള്ളാഹിനെ കുറിച്ച് തന്നെയാണ്, അള്ളാഹിനെ കുറിച്ചുള്ള അറിവുകളാണ്. അള്ളാഹ് ആരാണ്, അള്ളാഹു ഏതൊക്കെ മേഖലയിലാണ് അള്ളാഹുവിൻ്റെ നിയന്ത്രണമുള്ളത്, അള്ളാഹിൻ്റെ സാമീപ്യം എത്രത്തോളമാണ്, ഇങ്ങനത്തെ കുറേ വിഷയങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത്. ഇന്നത്തെ ആയത്ത് ഒരായത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുക, 7-ാമത്തെ ആയത്ത്. ഇതുമായി ബന്ധപ്പെട്ട ഞാൻ ആയത്ത് പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. 7-ാമത്തെ ആയത്ത് നോക്കിയാൽ ആമിനു ബില്ലാഹി വ റസൂലിഹി. ആമിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക, ആമന വിശ്വസിക്കുക. ആമന എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈമാൻ എന്ന് പറയുന്നതിൻ്റെ വാക്കർത്ഥം സുരക്ഷിതത്വം, അതേപോലെ സമാധാനം, വിശ്വസ്തത, അങ്ങനെ കുറേ അർത്ഥങ്ങളുള്ള പദമാണ് ഈമാൻ എന്ന് പറയുന്നത്. ആമിനു ബില്ലാഹി വ റസൂലിഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുക. വ അൻഫിഖു, നഫക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഗത്തും തുറസ്സുള്ള ഒരു ടണലിന് പറയുന്നതാണ്, ഒരു തുരങ്കത്തിന് പറയുന്നതാണ് നഫക്ക എന്ന് പറയുന്നത്. അപ്പം അൻഫക്ക എന്ന് പറയുന്നത് എന്താണ്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നതിന് വേണ്ടി ആണ് അൻഫക്ക എന്ന് പറയുക. മുനാഫിക്ക് എന്ന് പറയുന്നതും ഇതേ പദത്തിൽ നിന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മളെ കയ്യിലുള്ള സാധനത്തിന് മറ്റുള്ളവരിലേക്ക് ഒരു തുറസ് ഉണ്ടാകുന്നതാണ് നഫക്ക. അതുകൊണ്ടാണ് അതിനൊരു തുരങ്കം എന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അൻഫക്കു, നിങ്ങൾ എന്ത് ചെയ്യുക, ചെലവഴിക്കുക. അൻഫിക്കു, നിങ്ങൾ ചെലവഴിക്കുക. എന്തിൽ നിന്നാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്? മിമ്മാ ജഅലക്കും മുസ്തഖ്ലഫീന ഫീഹ്, നിങ്ങളെ ഏതൊന്നിൽ ഖലീഫ എന്നാണ് ഇവിടെ ഖലഫ്. ഖലഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം ഒന്നിന് ശേഷം വരുന്നതാണ് ഖലഫ് എന്ന് വെച്ചാൽ സക്സസർ എന്ന് പറയില്ലേ നമ്മളിപ്പം, പിന്തുടർച്ച, ഒന്നിന് ശേഷം വരുന്നതിനെയാണ് ഖലഫ്. അതുകൊണ്ടാണ് ഖലീഫ, ഖലീഫത്തുർ റസൂലുള്ളയാണ്. റസൂലുള്ളാക്ക് ശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കുന്നവരാ ഭരണാധികാരികളാണ് ആര്, ഖലീഫമാർ എന്ന് പറയുന്നത്. ഖലീഫത്തുള്ള ആണ് ഇവിടെ ഉള്ള പ്രയോഗം. ഖലീഫ എന്ന് പറഞ്ഞാൽ ആരാണ്, അള്ളാഹുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭൂമിയിൽ അള്ളാഹ് ഏൽപ്പിച്ച പണിയെടുക്കുന്ന അംബാസിഡേഴ്സ് അല്ലെങ്കിൽ പ്രതിനിധികൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ. അള്ളാഹു എന്താ പറയുന്നത്, നിങ്ങൾ ചെലവഴിക്കുക. എന്തിൽ നിന്നാണ് ചെലവഴിക്കേണ്ടത്? നിങ്ങളെ ഞാൻ പ്രതിനിധികളായി ഏൽപ്പിച്ചതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ചെലവഴിക്കുക. ഫല്ലദീന ആമനു, വിശ്വസിക്കുന്നവരും, മിൻകും നിങ്ങളിൽ നിന്നും, വ അൻഫക്കു, അങ്ങനെ ചെലവഴിക്കുന്നവർക്കും, ലഹും അജ്റുൻ കബീർ, അള്ളാഹിൻ്റെ അടുത്ത് എന്തുണ്ട്, അജ്റുൻ കബീർ, വലിയ അജ്റുണ്ട് എന്നാണ് പറയുന്നത്. അജ്ർ എന്ന പദത്തിൻ്റെ അർത്ഥം ശരിക്ക് ഈ ഒടിഞ്ഞ എല്ലുകളെ ചികിത്സിച്ച് നന്നാക്കുന്നത്, നേരെയാക്കുന്നതിനെയാണ് അജ്ർ എന്ന് പറയാം. അജ്ർ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഒരു പണി ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നുണ്ട്. ആ നഷ്ടപ്പെടുന്നതിനെ ഇല്ലാതാക്കുന്നതിനെ, അതിനെ തിരിച്ച് പഴയ സ്ഥിതിയിലാക്കുന്നതാണ് പ്രതിഫലം എന്ന് പറയുന്നത്. ഒരാൾ പണിയെടുക്കുമ്പം ആ പണിക്കുള്ള കൃത്യമായിട്ടുള്ള പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ അധ്വാനത്തെ അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അജ്ർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അടുത്ത് എന്തുണ്ട്, നിങ്ങൾക്ക് മഹത്തായ വലിയ പ്രതിഫലമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പം 4 വിഷയങ്ങളാണ് ഈ ആയത്തുള്ളൂ, ഒരൊറ്റ ആയത്തുള്ളൂ. പക്ഷേ ആ ആയത്ത് തന്നെ മതി ഇസ്ലാമിൻ്റെ കുറേയധികം അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന ഒരായത്താണ്. എന്തൊക്കെയാണ് വിഷയങ്ങൾ? 1 ഈമാനാണ്, 2 ഖലീഫ എന്ന പ്രയോഗമാണ്, 3 അൻഫക്ക എന്നുള്ള പ്രയോഗമാണ്, 4 എന്താണ്, അജ്ർ എന്നുള്ള പ്രയോഗമാണ്. 4 വിഷയങ്ങളാണ്. കഴിഞ്ഞ ആയത്തുകളിൽ
യഥാർത്ഥത്തിൽ അള്ളാഹു തന്നത് അറിവുകളായിരുന്നു. എന്തൊക്കെയാണ് അറിവുകൾ? 4 മേഖലയിലെ അള്ളാഹിൻ്റെ അറിവുകളാണ് തന്നത്. അള്ളാഹുവിൻ്റെ പിന്നെ ഉടമസ്ഥത അല്ലേ, അള്ളാഹിൻ്റെ നിയന്ത്രണം, അള്ളാഹിൻ്റെ അറിവ്, അള്ളാഹ് എവിടെയൊക്കെ ഉണ്ട് എന്ന് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ് കഴിഞ്ഞ ആയത്തുകളിൽ തന്നത്. ഈ ആയത്തിൽ എന്താണ് അള്ളാഹ് പറയുന്നത്? ഈ ആയത്തിൽ അള്ളാഹു ഒരു ഇൻസ്ട്രക്ഷൻ തരികയാണ്. എന്താണ്? ഒരു നിർദ്ദേശം തരികയാണ്. ആ നിർദ്ദേശം എന്താണ്? ആമീനു എന്നാണ്. ആമീനു എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ്. ഒരു പണി ചെയ്യാൻ പറയാണ് ആമീനു. അപ്പം 6 ആയത്തുകളിലൂടെ അള്ളാഹ് തന്ന അറിവുകൾ നമുക്ക് പറഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആമീനു, ഈമാൻ എന്നുള്ള ഒരു പണി എന്ത് ചെയ്യണം? ഒരു പ്രോസസ്സ് നമ്മളിൽ നടക്കണം. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി, ഒരാൾ വിശ്വാസി ആകുന്നതിന് കുറേ ഘട്ടങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ പിന്നെ ഭൂരിപക്ഷവും ഇസ്ലാമിലേക്ക് ജനിച്ചു വീണവരായതുകൊണ്ട്, കടന്നു വന്നവരല്ല, ഇസ്ലാമിലേക്ക് ജനിച്ചു വീണവരായിരിക്കും നമ്മളത് അധികവും. വിശ്വാസി ആകേണ്ടുന്ന കുറേ ഘട്ടങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ അതിൽ ആദ്യത്തെ ഘട്ടം അറിവാണ്. അറിവ് നേടുക എന്നുള്ളതാണ്. അറിയുകയാണ് ആരാണ് അള്ളാഹു, അള്ളാഹ് ഉണ്ടോ എന്നുള്ള അറിവുകൾ നേടുക. അതാണ് ഈ സൂറത്തിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാൽ ആദ്യം അള്ളാഹ് പറയുന്നത് കുറേ അറിവുകളാണ്. രണ്ടാമത്തെ ഘട്ടം ഈമാനിൻ്റെതാണ്. ഇന്നത്തെ ആയത്തിൽ പഠിച്ചത് എന്താണ്? ഈമാൻ. ആ അറിവ് വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കേണ്ട ഒന്നാണ് എന്ത്? ഈമാൻ. മൂന്നാമത്തെ ഘട്ടം എന്താണ്? അൻഫക്ക. എന്താണ്? നിങ്ങൾ ചെലവഴിക്കണം. ചെലവഴിക്കണം എന്ന് പറയുന്നത് അമലു സാലിഹാത്തിന്റെ ഒരു എക്സാമ്പിളാണ്. അമലു സാലിഹാത്തിന്റെ ഒരു എക്സാമ്പിൾ. അമലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സൽപ്രവർത്തനം, നല്ല പ്രവർത്തനം. അപ്പൊ അറിവാണ് ആദ്യത്തെ ഘട്ടം. അറിവ് കുറേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ഈമാൻ. ആ ഈമാൻ നമ്മുടെ ഉള്ളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളെ കയ്യും കാലും ഒക്കെ എന്ത് ചെയ്തു തുടങ്ങും? അമലു സാലിഹാത്തുകൾ ചെയ്തു തുടങ്ങും. ഈ ഘട്ടങ്ങളും ഈ ഓർഡറും വളരെ പ്രധാനമാണ്. ഈ ഓർഡറിൽ തന്നെ ഒരാൾ മുസ്ലിം ആകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഈ ഓർഡർ ഫോളോ ചെയ്യാറില്ല. ഈ ഓർഡറിനെ കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കാറില്ല. ഈ ഓർഡർ നമ്മൾ ഫോളോ ചെയ്യാറില്ല. ഇനി ഫോളോ ചെയ്താൽ തന്നെ ഈ എല്ലാ ഓർഡറും എന്ത് ചെയ്യൂല, നമ്മൾ ഫോളോ ചെയ്യില്ല. ഏതെങ്കിലും ഒന്നിലായിരിക്കും നമ്മളെന്ന് പറഞ്ഞാൽ പൊതുവിലുള്ള പ്രശ്നത്തെക്കുറിച്ച് ഞാൻ പറയാണ്. ഇതിലും നല്ല രീതിയിൽ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും എന്തുണ്ടാവും? നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നമ്മുടെ പ്രശ്നം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം തന്നെ അറിവും ഈമാനും ഇല്ലാതെ അമലു സാലിഹാത്തുകൾ തുടങ്ങും, പ്രവർത്തനം തുടങ്ങും, നിസ്കരിച്ചു തുടങ്ങും. അല്ലെങ്കിൽ അറിവും ഈമാനും ഉള്ളിൽ ഉറക്കാതെ നമ്മൾ എന്ത് ചെയ്യും? അമലുകളാണ് തുടങ്ങുന്നത്. മൂന്നാമത്തെ ഘട്ടമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം തന്നെ ചെയ്യുന്നത്. രണ്ടാമത് നമ്മളിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിവില്ലാതെ ഈമാൻ ഉണ്ടാവുമെന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളെ തെറ്റിദ്ധാരണ അറിവില്ലാതെ നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഈമാൻ എന്നുള്ള സംഭവം നമ്മുടെ ഉള്ളിൽ വരും. ഖുർആൻ അങ്ങനെയല്ല പറയുന്നത്. അറിവിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഈമാൻ ഉണ്ടാവേണ്ടത്. മൂന്നാമത്തെ നമ്മുടെ ഒരു പ്രശ്നം, പിന്നെ ഈമാൻ ഉണ്ടായിട്ടും അമലു സാലിഹാത്തുകൾ ചെയ്യേണ്ടത്. ഈമാനും അമലു ഈമാൻ ഓക്കെ, എനിക്ക് ഈമാൻ ഉണ്ട്, അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പിന്നെന്താണ്? അമലു സാലിഹാത്തുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതല്ല എന്നെവിടെയോ നമ്മൾ വെച്ചാൽ പിന്നെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മുസ്ലിം സമുദായത്തിൽ ഉണ്ട്. നമുക്ക് വേണ്ടത് ഖുർആനിക്കായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ഖുർആൻ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സ് നമ്മുടെ മനസ്സിൽ നടക്കേണ്ടതുണ്ട്, നമ്മുടെ സിലബസുകളിൽ നടക്കേണ്ടതുണ്ട്. ഇതിൽ ഒന്നാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ പോയാൽ ഈമാനാണ് ഒന്നാമത്തെ വിഷയം. ഈ ആയത്തിലെ ഒന്നാമത്തെ വിഷയം ഈമാനാണ്. ഈമാൻ എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ്. നമ്മൾ മുന്നേ പഠിച്ചൊരു വിഷയമാണ്. പക്ഷെ ഞാൻ ഈ വിഷയവുമായി ചേർത്ത് നമ്മൾ ഈ 3 വിഷയവും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിഷയവുമായി ചേർത്തിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. ഈമാൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മറ്റൊരാൾക്ക് കാണാൻ കഴിയാതെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്, ഒരു സംഭവമാണ് എന്ത്? ഈമാൻ എന്ന് പറയുന്നത്. ഒരു കാര്യത്തെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരാശയത്തെക്കുറിച്ചോ നമുക്കുള്ള ഉറപ്പാണെന്ത്? അതിനോടുള്ള നമ്മുടെ ഈമാൻ. അല്ലാഹ് ഉണ്ട് എന്ന ഉറപ്പാണ്, ആ വിശ്വാസമാണ് നമ്മുടെ ഉള്ളിൽ എന്ത്? ഈമാൻ എന്ന് പറയുന്നത്. ഇസ്ലാം ശരിയാണ് എന്ന ഉറപ്പാണെന്ത്? നമ്മുടെ ഉള്ളിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഈമാൻ. അതാണെന്ത്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈമാൻ. നിങ്ങൾ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഗൂഗിളിൽ പോയിട്ട് എന്താണ് ബിലീഫ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരെ വിത്തൗട്ട് പ്രൂഫ് ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ബിലീഫ് എന്ന് ഒരു ഡെഫിനിഷൻ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ തെളിവുകളൊന്നും ആവശ്യമില്ല, നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതാണ്. ഖുർആൻ
ഇതല്ലാത്ത ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പിക്ചറാണ് ഖുർആൻ ഉടനീളം പറയുന്നത്. നിങ്ങൾ എല്ലാ സൂറത്തുകളും നോക്കിയാലും അള്ളാഹ് ഈ പ്രോസസ്സ് പറയുന്നത് കാണാൻ പറ്റും. അറിവ്, പിന്നെ ഈമാൻ, ചിന്ത, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ നിന്ന് ഖുർആൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരാളുടെ ഈമാൻ അയാളിൽ ഉണ്ടാകുന്നത് ബൈ ബർത്ത് അല്ല, എന്ന് വെച്ചാൽ ജന്മം കൊണ്ടല്ല ഒരാളിൽ ഈമാൻ ഉണ്ടാകുന്നത്. അതെന്താണ് എന്ന ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സ് അല്ല. എന്താ സംഭവിക്കേണ്ടത്? ഒരാളാവേണ്ടതാണ്. ഈ ആയത്തിൽ എന്താ അല്ലാഹ് പറയുന്നത്? ആമീനു എന്നാണ് പറയുന്നത്. ആരോടാ പറയുന്നത്? മുസ്ലിം സമുദായത്തിലെ മുസ്ലിങ്ങളോടാണ് ഈ ആയത്ത് സംസാരിക്കുന്നത്. ആമീനു, നിങ്ങൾ എന്ത് ചെയ്യണം? ഈമാൻ ഉണ്ടാക്കണം എന്ന് പറയുന്നത് ഈമാൻ എന്തല്ല, ജന്മം കൊണ്ടുണ്ടാകുന്ന, ജന്മം കൊണ്ട് എല്ലാവരും മുസ്ലിങ്ങളാണ്. ഇതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. എല്ലാ ജന്മങ്ങളും, എല്ലാ ജനിക്കുന്ന കുട്ടിയും ആരാണ്? മുസ്ലിമാണ്. അതിനുശേഷം ഒരാൾക്ക് ബുദ്ധി വരുമ്പം ആ ബുദ്ധി വരുന്ന സമയത്ത് അയാൾ ആലോചിച്ചിട്ട് ഉണ്ടാവേണ്ടതാണ് എന്ത്? ശരിക്കുള്ള ഈമാൻ എന്ന് പറയുന്നത്. അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ആയത്ത് അതാണ് പറയുന്നത്. ഈമാന്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആയത്ത് പറയുന്നില്ല, കുറേ ആയത്തുകളുണ്ട്. ഈമാന്റെ പ്രോസസ്സ് ഒന്ന് അറിവാണ്, രണ്ട് ആ അറിവ് വെച്ചുകൊണ്ടുള്ള ചിന്തയാണ്, അതിനുശേഷം ബുദ്ധിക്ക് സംതൃപ്തി വരലാണ്, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? വിശ്വാസം. ഉദാഹരണം പറയാം, ഇസ്ലാമികമായിട്ട് ഉദാഹരണം പറയാം. ഖുർആന്റെ ആദ്യത്തെ വാചകം ഇഖ്റഅാണ്, വായിക്കുക എന്നുള്ളതാണ്. വായന എന്ന് പറയുന്നത് ചിന്തയാണ്. വായന എന്ന് പറഞ്ഞാൽ അറിവ് നേടലാണ്. വായന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം സംഭവിക്കുന്നതിൻ്റെ പരിപാടിൻ്റെ പേരാണ് ഇഖ്റഅ. മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അള്ളാഹു ആദ്യം ചെയ്യുന്ന പണി എന്താണ്? അല്ലമയാണ്. അല്ലമ ആദമൽ അസ്മ എന്നാണ്. എന്താണ്? അവനൊരു അറിവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ടും എന്താണ്? മനുഷ്യൻ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? മനുഷ്യൻ ആദ്യം സംഭവിക്കേണ്ടത് എന്താണ്? അറിവ് നേടലാണ് എന്നാണ് അത് പ്രൂവ് ചെയ്യുന്നത്. ഇമാം ഗസാലി പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത്, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മരം പോലെയാണ്, ഒരു വൃക്ഷം പോലെയാണ്. അതിൻ്റെ വിത്ത് നമ്മുടെ ഹൃദയത്തിലാണ്. പക്ഷെ അതിൻ്റെ വെള്ളം എന്ന് പറയുന്നത് അറിവാണ്. വെള്ളം കൊടുത്തിട്ടില്ല എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും മരം ശുഷ്കിച്ചു കൊണ്ടേ ഇരിക്കും. നമ്മൾ ജീവിതത്തിൽ ഈ അറിവിൻ്റെ വെള്ളം ഇങ്ങനെ നിരന്തരം കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതൊക്കെ ഘട്ടത്തിൽ നമ്മൾ പോകുന്നോ അവിടെയൊക്കെ ഈമാൻ നമ്മളെ കുറഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിന് വേറൊരു ഉദാഹരണമാണ്, എന്തിനാണ് അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നത് എന്നത് തന്നെ ഇത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. എന്തിനാണ് അള്ളാഹു ഓരോരുത്തർക്കും ചിന്തിക്കാൻ കഴിവ് നൽകുന്നത്? ഖുർആൻ അതിന് ഉത്തരം നൽകുന്നുണ്ട്. സൂറ നഹ്ലിൽ അള്ളാഹു പറയുന്നത്, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ഷൈഅ. അള്ളാഹു എന്ത് ചെയ്തു? നിങ്ങളുടെ ഉമ്മയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. ലാ യഅലമൂന ഷൈഅ, നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു, ഒരു ഇൽമും ഉണ്ടായിരുന്നില്ല. വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. എന്നിട്ട് അള്ളാഹ് എന്ത് ചെയ്തു? ചിന്തിക്കാൻ വേണ്ടി സമഉം അബ്സാറും അഫ്ഇദയും തന്നു. ചിന്തിക്കാനുള്ള ഫുആദ് തന്നു, സമഅ തന്നു, അബ്സാർ തന്നു. എന്നിട്ട് അള്ളാഹു ഒരു പ്രയോഗിക്കുന്നുണ്ട്, ലഅല്ലക്കും തഷ്കുറൂൻ എന്നാണ്. എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയൊക്കെ തന്നത്? നിങ്ങൾ ഈമാൻ ഉള്ളവരാകാനാണ്. ഈമാൻ ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ എന്ന് ഖുർആൻ നിരന്തരമായിട്ട് പറയുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി ഈ വിഷയവും കഴിഞ്ഞ ആയത്തുകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആയത്തിൽ നമ്മൾ അള്ളാഹിനെ കുറിച്ചുള്ള 4 ഏരിയകളാണ് പഠിച്ചത്, 4 മേഖലകൾ, അള്ളാഹിന്റെ അറിവ്. ആ 4 മേഖലയിലും നമുക്ക് എന്ത് വേണം? ഈമാന്റെ പ്രോസസ്സ് നടക്കണം. ഒന്നാമത്തെ മേഖല എന്താണ്? അള്ളാഹിന്റെ അധികാരവും നിയന്ത്രണവുമാണ്. അള്ളാഹ്ക്കാണോ ഈ പ്രപഞ്ചത്തിന്റെ അധികാരം എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. ഈ അറിഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഉറപ്പ് വരും, അള്ളാഹ്ക്ക് തന്നെയാണ് അധികാരം. ഇതാണ് ഈമാൻ. ഈ പ്രോസസ്സ് നടക്കണം. രണ്ടാമത് നമ്മൾ പഠിച്ചത് അള്ളാഹിന്റെ സാന്നിധ്യത്തിലുള്ള അറിവാണ്. സാന്നിധ്യം, അള്ളാഹ് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ വൽ അവ്വലു വൽ ആഖിറു എന്ന് പഠിച്ചു. അള്ളാഹുവാണ് എല്ലായിടത്തും ഉള്ളത്. ഇത് അങ്ങനെയാണോ എന്നത് ആരോ പറഞ്ഞത് കൊണ്ട് നമ്മൾ തലയാട്ടലല്ല. അള്ളയാണോ എല്ലായിടത്തും ഉള്ളത്, അള്ളാഹിന്റെ സാന്നിധ്യമാണോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ നടക്കണം. ഈ ചിന്ത നടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ബുദ്ധിക്ക് ഒരു സംതൃപ്തി കിട്ടും. അപ്പൊ ആ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യും? ആ ഈമാന് കിട്ടും. നാലാമത് നമ്മൾ പറഞ്ഞത് അള്ളാഹിന്റെ അറിവിനെ കുറിച്ചാണ്. അള്ളാഹ്ക്ക് എല്ലാം അറിയാം എന്ന് കഴിഞ്ഞ ആയത്ത് പറഞ്ഞു. അങ്ങനെ അള്ളാഹ്ക്ക് എല്ലാം അറിയുമോ എന്ന് നമ്മൾ ആലോചിക്കണം.
അള്ളാഹ്ക്ക് എല്ലാം അറിയും എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന ഘട്ടത്തിൽ പിന്നെ ഒരു മനുഷ്യനും നമ്മൾ പറയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹിനെ വിശ്വസിച്ച് എന്ത് ചെയ്യും? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി ഇങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ ഭയങ്കര പണ്ഡിതന്മാരാകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഭയങ്കര അറിഞ്ഞ് കുറേ തിസീസൊക്കെ പഠിച്ച് ഭയങ്കര ഫിലോസഫിയൊക്കെ പഠിച്ചിട്ട് അതിനെ കുറിച്ചല്ല പറയുന്നത്. എല്ലാവർക്കും അവരുടേതായ ഒരു ഈമാന്റെ പ്രോസസ്സ് ഉണ്ടാവും. ഒരു കർഷകന് അവൻ അള്ളാഹ് ഉറപ്പാകുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. അവൻ വിത്തിടുമ്പം ആ വിത്തിൽ മഴ വന്ന് വീഴുമ്പം അവൻ അത് മതി, അതാണ് അവന്റെ ഈമാന്റെ പ്രോസസ്സ്. പക്ഷെ ചിന്ത നടക്കണം, ആരാണ് ഈ വെള്ളം വന്നത് എന്ന് അവൻ ആലോചിക്കണം. പക്ഷെ ഒരു ശാസ്ത്രജ്ഞന് അതുപോരാ, ഒരു എഞ്ചിനീയറിന് അതുപോരാ, ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് അതുപോരാ. അവൻ ഇടപെടുന്ന മേഖലക്കനുസരിച്ച് അള്ളാന്റെ ഈമാനെ കുറിച്ചുള്ള ഒരു അറിവ് അവൻ നേടണം, അല്ലെങ്കിൽ പ്രശ്നമാകും. ഒരു കർഷകനുള്ള അറിവിന്റെ ഈമാൻ പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിലുള്ള അറിവല്ല ഒരു ഡോക്ടർക്ക് വേണ്ടത്. ഒരു സംവാദം നടത്തുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിൽ ഇരിക്കുക, അങ്ങനെ ഏതൊക്കെ മേഖലയിലാണോ നമ്മൾ ഇടപെടുന്നത് ആ മേഖലക്കനുസരിച്ചുള്ള അറിവ് എന്ത് ചെയ്യണം? നമുക്ക് വേണം. ആ മേഖലയിൽ അള്ളാഹ് ഉണ്ടോ എന്നുള്ള ഉറപ്പ് വേണം. ഇതാണ് ഈമാന്റെ പ്രോസസ്സ്. അത് ജീവിതാനുഭവങ്ങൾ വഴിയാണ് വരേണ്ടത്. ഇനി ഈമാനെ കുറിച്ച് ഖുർആൻ പറയുന്ന വളരെ സുന്ദരമായിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ്, ഇതും നമുക്ക് കുറേ തെറ്റിദ്ധാരണയുള്ള കൺസെപ്റ്റാണ്. ഈമാൻ ഒരു ദിവസം രാവിലെ നടക്കുന്ന ഒരു പണിയല്ല, ഈമാൻ നിരന്തരം നടക്കുന്ന ഒരു പണിയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും എന്ന് പറയുന്നത്. ഈമാൻ ഇങ്ങനെ നിരന്തരം കൂടുകയും കുറയും, ഈ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ ഓരോ സമയത്തും അറിവ് നേടി ചിന്തിച്ച് ഈ സാധനം ഇടക്കിടക്ക് ഉറപ്പുവരുത്തണം. നമ്മുടെ ജോലി പോകുമ്പം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈമാൻ എന്തോ സംഭവിക്കുന്നുണ്ട്. അവിടെ അള്ളാഹു ആണ് എനിക്ക് ജോലി തന്നത്, അവനാണ് റിസ്ക് തരുന്നത്, അവൻ തന്നെയാണ് ആ റിസ്ക് ഇപ്പൊ തൽക്കാലം എടുത്തത് എന്ന ഈമാന്റെ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് ശരിയാണ് അൽഹംദുലില്ലാ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. ഈമാൻ എന്ത് ചെയ്യും? നിരന്തരം മാറി മറിയും. ഖുർആൻ പറയുന്നത് ഇദാ തുലിയത് അലൈഹിം ആയാതുഹു, ആരെ കുറിച്ചാണ് പറയുന്നത്? ഇവിടെ വിശ്വാസികളെ കുറിച്ചാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, എൻ്റെ ആയത്തുകൾ അവരെ ഓതി കേൾപ്പിച്ചാൽ സാദത്തുഹും ഈമാന എന്നാണ്. അവർക്ക് ഈമാൻ ഉണ്ട്, പക്ഷെ ആ ഈമാൻ എന്ത് ചെയ്യും? ആ ഈമാൻ കൂടും. ഈമാനം മഅ ഈമാനിഹിം എന്ന് പറയുന്നുണ്ട് ഖുർആൻ. എന്ന് വെച്ചാൽ ഈമാന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? ഈമാൻ വരുന്നു. അപ്പൊ ഈമാന്റെ മുകളിൽ എങ്ങനെയാണ് ഈമാൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ, ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഓരോ ദിവസവും നമ്മളിത് അനുഭവിക്കുന്നുണ്ട്. ഈ കുറവും കൂടുതലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സൂറ ഹദീദ് ഇറങ്ങിയത് മദീനയിലാണ്. ഓക്കെ, മദീനയിലാണ്. മക്കയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മക്കയിൽ ഇതൊക്കെ പറഞ്ഞ് സംസ്കരിച്ച് ഒരു വിഭാഗത്തിനോടാണ്, അല്ലെങ്കിൽ ആ വിഭാഗത്തിലേക്ക് പുതുതായി വന്ന ആൾക്കാരോടാണ് മദീനയിൽ വീണ്ടും പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ആ പ്രത്യേക ഘട്ടത്തിൽ അവർക്ക് ഇനിയും എന്ത് സംഭവിക്കേണ്ടതുണ്ട്? ഈമാന് ഇങ്ങനെ നിരന്തരം വരേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് എന്നാണ് പറ്റും. ഇതിന്റെ വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അത്തഹിയാത്തിൽ എന്താ ചെയ്യുന്നത്? എല്ലാ ദിവസവും നമ്മൾ എന്താ ചെയ്യുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആരാ പറയുന്നത്? അബ്ദുറഹ്മാനും ഇസ്മായിലും തന്നെയാണ് പറയുന്നത്. എത്ര പ്രാവശ്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് നിരന്തരം നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞ് ഉറപ്പ് വരുത്തേണ്ടുന്ന ഒരു സാധനത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്. സൂറ ബഖറയിൽ 81-82 ആയത്തുകളിൽ നിരന്തരം നമ്മൾ ഈമാൻ ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അത് ദുഷിക്കുകയാണ് ചെയ്യുക എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ബലാ മൻ കസബ സയ്യിഅതൻ വ അഹാതത് ബിഹി ഖതീഅതുഹു എന്നാണ്. ചില വിഭാഗം ആൾക്കാരെ കുറിച്ച് പറയുന്നത് അവർ കസബ സയ്യിഅതൻ, കസബ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ശേഖരിക്കും, അവർ കളക്ട് ചെയ്യും. സയ്യിഅതൻ, തിന്മ ഇങ്ങനെ നിരന്തരം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ അഹാതത് ബിഹി ഖതീഅതൻ, അവർ തെറ്റുകൾ കൊണ്ട് അവർ മൂടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റിനെ കുറിച്ച് പറയുന്നത് വല്ലദീന ആമനു വഅമിലു സാലിഹാത്ത് എന്നാണ്. ഇങ്ങനെ സംഭവിക്കാത്ത വിഭാഗം ആരാണ്? ഈമാൻ നിരന്തരം ഉറപ്പുവരുത്തുകയും അമൽ സാലിഹ്. സൂറ അസറിൽ എന്താ പറയുന്നത്? വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസർ. എന്താ പറയുന്നത്? കാലം തന്നെയാണ് സാക്ഷ്യം. സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം എല്ലാ മനുഷ്യരും എന്ത് സംഭവിക്കും? നഷ്ടത്തിലേക്ക് പോകും. ആര് മാത്രം? ആരൊഴികെ? ഇല്ലല്ലദീന ആമനു. നിരന്തര സമയം മുന്നോട്ട് പോകുമ്പം ഈമാൻ ഉറപ്പ് വരുത്തുന്നവരല്ലാതെ എല്ലാവരും താഴത്തേക്കാണ് പോകുന്നത് എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു
ഹാരിസ് പിന്നെ റളിയല്ലാഹു അൻഹു ഒരു സഹാബിയുമായിട്ടുള്ള ഒരു സംഭാഷണമുണ്ട്. വളരെ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ രാവിലെ കാണുമ്പോൾ ചോദിക്കുന്നത്, എങ്ങനെയാണ് നീ ഇന്ന് എഴുന്നേറ്റത്? ഹദീസാണ് കേട്ടോ. എങ്ങനെയാണ് നീ ഇന്ന് എഴുന്നേറ്റത് എന്ന് ചോദിക്കുമ്പം അദ്ദേഹം മറുപടി പറയുന്നത്, ഞാൻ ഇന്നൊരു നല്ല വിശ്വാസിയായിട്ടാണ് പ്രവാചകനെ എഴുന്നേറ്റത് എന്നാണ്. എന്ന് വെച്ചാൽ വിശ്വാസിയായ തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാളോട് പ്രവാചകൻ ചോദിക്കുകയാണ്, ഒരു ദിവസം ചോദിക്കുകയാണ് സ്പെഷ്യലായിട്ട്, എങ്ങനെയാണ് ഇന്ന് നീ എഴുന്നേറ്റത്? ഇന്ന് ഞാൻ നല്ലൊരു വിശ്വാസിയായിട്ടാണ്, അള്ളാഹുവിനെ ഉറപ്പുള്ള വിശ്വാസിയായിട്ടാണ് എണീക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റൊരു പോസിബിലിറ്റിയും അവിടെ സാധ്യമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ. ഇതിൽ പിന്നെ ഇസ്ലാമിൻ്റെ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ എല്ലാ വിലയിരുത്തലും ഈ ഈമാൻ വെച്ചുകൊണ്ടാണ്. നമ്മുടെ പ്രശ്നം, നമ്മുടെ എല്ലാ വിലയിരുത്തലിൻ്റെയും മാനദണ്ഡം ഭൗതികമാണ്. നമ്മളൊരാളെ വിലയിരുത്തുന്നത് അയാളുടെ സമ്പത്ത്, അയാളുടെ ദേശം, അയാളുടെ ഭാഷ, അയാളുടെ കളറ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ലോകത്ത് വിലയിരുത്തൽ നടക്കുക. ഖുർആൻ നിങ്ങൾ നോക്കിയാൽ എല്ലാ വിലയിരുത്തലിൻ്റെയും മാനദണ്ഡം അയാളുടെ ഈമാനും ഈമാനില്ലായ്മയും വെച്ചുകൊണ്ടാണ് എന്ന് കാണാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം ഖലീഫ എന്നുള്ള വിഷയമാണ്. ഈമാന് ക്ലിയർ ആണല്ലോ അല്ലെ? ഈമാൻ എന്നുള്ള വിഷയമാണ്. അപ്പം ഇത് നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ബന്ധപ്പെടുത്തേണ്ടത്? ആദ്യത്തെ 6 ആയത്തിൽ കൊണ്ടിട്ടാണ് ബന്ധപ്പെടുത്തേണ്ടത്. ആദ്യത്തെ 6 ആയത്ത് അള്ളാഹ് വെറുതെ പറഞ്ഞല്ല, ആ പറഞ്ഞതിന്റെ ബാക്കി പത്രമാണ്. ആ പറഞ്ഞത് കൊണ്ട് നമുക്ക് സംഭവിക്കേണ്ടതാണ് എന്ത്? ഈമാൻ. നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഘട്ടം അള്ളാഹ് പറയുന്നത് ഖലീഫയാണ്. എന്താ അള്ളാഹ് പറയുന്നത്? മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ എന്നാണ്. ഈമാന്റെ പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെക്കുറിച്ച് തിരിച്ചറിയുന്ന ഒരു വസ്തുതയാണെന്ത്? നമ്മൾ ഖലീഫയാണ് എന്നുള്ളത്. അള്ളാഹു ആരാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിയലാണ് ആദ്യത്തെ 6 ആയത്തിൽ നടന്നത്. അള്ളാഹ് അങ്ങനെയാണ് എന്ന് ഉറപ്പുവരലാണ് ഈമാൻ. ഇത് രണ്ടും കഴിയുമ്പോൾ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കും. നമ്മൾ ആരാണ്? അള്ളാഹിന്റെ പ്രതിനിധികളാണ് എന്ന് മനസ്സിലാക്കും. ഇതാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ ആരാണ് എന്നുള്ളത്, നമ്മൾ അള്ളാഹിന്റെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ മനുഷ്യന്റെ തലത്തിൽ ഇവിടെ കൊണ്ടു നടക്കേണ്ടവരാണ് നമ്മൾ എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹിന്റെ ഉദ്ദേശങ്ങൾ ഇവിടെ നടപ്പിലാക്കേണ്ട പണി നടത്തേണ്ടവരാണ് ആര്? ഖലീഫ. ഏറ്റവും സുന്ദരമായ ഖുർആന്റെ പ്രയോഗമാണ്. നമ്മൾ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സൃഷ്ടാവിൻ്റെ ഖലീഫയാണ് ഞാൻ എന്നതാണ് അതിൻ്റെ ഉത്തരം. എന്താണ് ഖലീഫ? അള്ളാഹ് ഏൽപ്പിച്ച എല്ലാ പണിയും, അള്ളാഹിന്റെ ഗുണങ്ങൾ മനുഷ്യതലത്തിൽ നിന്നുകൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. അള്ളാഹ് റഹ്മാൻ ആണെങ്കിൽ ആ റഹ്മത്തിന്റെ ഒരു അംശം, ഏതോ അംശം മനുഷ്യരോട് കാണിക്കുന്നവനാണ് ഞാൻ. അള്ളാഹ് ഗഫൂർ ആണെങ്കിൽ മനുഷ്യർക്ക് പുറത്തു കൊടുക്കുന്നവനാണ് ഞാൻ. അള്ളാഹ് അറിവുള്ളവനാണെങ്കിൽ ഏതോ തലത്തിൽ അറിവ് നേടുന്ന ക്യാരക്ടർ ഉള്ളവനാണ് ഞാൻ. ഇതാണ് അള്ളാഹിന്റെ ഖലീഫ. അതേപോലെ അള്ളാഹ്ക്ക് ഈ ഭൂമിയിൽ കുറേ പണി ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹ് ഇത് സൃഷ്ടിച്ചത്. ആ പണി ഇവിടെ നടപ്പിലാക്കുന്നവനാണ് ആര്? ഖലീഫ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പിന്നെ ഖുർആനിൽ സൂറ ബഖറയിൽ 30-ാമത്തെ ആയത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ആ ഘട്ടത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നതിനെ കുറിച്ച് ഇനി ഇത് വെച്ചുകൊണ്ട് ആലോചിച്ച് നോക്കുക എന്താണ് പറയുന്നത്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഞാൻ എന്ത് ചെയ്യുന്നു? ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ സൃഷ്ടിക്കുന്നു. അപ്പം മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്നല്ല പറയുന്നത്, ഖലീഫയെ സൃഷ്ടിക്കുന്നു. ഖലീഫയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ മലക്കുകൾ എന്താ ചോദിക്കുന്നത്? ഖാലു അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ എന്നാണ്. നീ എങ്ങനെയാണ് ഈ ചോര ചിന്തുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ഒരു സൃഷ്ടിയെ ഉണ്ടാക്കുന്നത്? എന്തിനുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യവും ചിന്തയും ഉള്ള സൃഷ്ടിക്ക് ഖലീഫ അല്ലെങ്കിൽ സംഭവിക്കാവുന്ന നെഗറ്റീവ് സാധനം ഏതാണ്? നെഗറ്റീവ് റെസ്പോൺസ് ഏതാണ്? യസ്ഫിക്കുദ്ദിമാ ആണ്, ഫസാദാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ചിന്തയും സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ഒരു സൃഷ്ടിപ്പിനെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഖലീഫയായില്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് അയാൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അയാൾ ചോര ചിന്നാവും എന്നുള്ള നെഗറ്റീവാണ്. ഇനി അതിന്റെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് അടുത്ത പറയുന്നത് എന്താണ്? അല്ലമ ആദമൽ അസ്മാ കുല്ലഹ. ഇൽമു കൊടുക്കുകയാണ്. ആ ഖലീഫക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നു? ഇൽമു കൊടുക്കുകയാണ്. ആ ഇൽമ അവനെ എന്ത് ചെയ്യും? താൻ ഖലീഫയാണ് എന്ന് പിടിച്ചേർത്തു. സൂറ ഫാത്തിറിൽ 39-ാമത്തെ ആയത്തിൽ ഖലീഫന്റെ നേരെ ഓപ്പോസിറ്റ് പദമായിട്ട് ഉപയോഗിക്കുന്നത് കാഫിറാണ്. നിങ്ങൾ ആയത്ത് നോക്കുക. ഹുവല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർള്. അള്ളാഹു ആകുന്നു നിങ്ങളുടെ ഈ ഭൂമിയിൽ ഖലീഫമാരാക്കിയത്. ഫമൻ കഫറ ഫഅലൈഹി കുഫ്റുഹു. നിങ്ങൾക്ക് ഖലീഫയാകാം, അല്ലെങ്കിൽ എന്താകാം?
ഫമൻ കഫറ, നിങ്ങൾ കുഫ്ർ ചെയ്താൽ ആ കുഫർ എന്താണ്? നിങ്ങൾക്കാണ്. അപ്പൊ കുഫ്ർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എന്താണ്? നമ്മളെ റോള് നമ്മൾ ചെയ്യാതെ അള്ളാഹിനെ നിഷേധിക്കുന്നതിന്റെ പേരാണ് കുഫ്ർ എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ വിഷയം. അപ്പൊ ഈമാൻ നമ്മൾ പഠിച്ചു. ഈമാൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നതാണ് ഖലീഫ. ഇനി മൂന്നാമത്തെ വിഷയം എന്താണ്? അൻഫക്കയാണ്. അൻഫക്ക, ചെലവഴിക്കലാണ്. ചെലവഴിക്കൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമലു സാലിഹാത്തിന്റെ ഒരു ഉദാഹരണമാണ് അൻഫക്ക. എന്ന് വെച്ചാൽ നല്ല പ്രവർത്തനങ്ങൾ, ഒരു മനുഷ്യൻ, ഈമാൻ ഉണ്ടായ ഒരു മനുഷ്യൻ കുറേ നല്ല പ്രവർത്തനം ചെയ്യേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് അമലു സാലിഹാത്ത്. ഈ കോണ്ടെക്സ്റ്റിൽ, മദീനന്റെ കോണ്ടെക്സ്റ്റിൽ ആ വിശ്വാസികൾക്ക് ചെയ്യേണ്ടുന്ന അമലു സാലിഹാത്ത് എന്തായിരുന്നു? പൈസ ചെലവഴിക്കലാണ്. കാരണം അന്നേരം യുദ്ധമായിരുന്നു സന്ദർഭം, പൈസ അതുകൊണ്ടാണ് ആ സമയത്തെ അമലു സാലിഹാത്ത് അള്ളാഹ് എന്ത് പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണം? ചെലവഴിക്കണം എന്ന് പറയുന്നത്. അമലു സാലിഹാത്ത് എന്താണ് അമലു സാലിഹാത്ത്? ഈമാൻ ഹൃദയത്തിലാണെങ്കിൽ ആ ഹൃദയത്തിലുള്ള ഈമാന്റെ മീറ്ററാണ് ആ ഈമാൻ ഉണ്ടോ എന്നുള്ള പുറത്ത് കാണിക്കുന്ന ഭാവമാണ് അമലു സാലിഹാത്ത്. കയ്യിലും കാലിലുമാണ് അമലു സാലിഹാത്ത്, കണ്ണിലും ചെവിയിലുമാണ് അമലു സാലിഹാത്ത്. ഹൃദയത്തിലുള്ള ഈമാന്റെ പ്രതിഫലനങ്ങളാണ്, റിഫ്ലക്ഷൻസ് ആണ് അമലു സാലിഹാത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തത്വം പറയുന്ന മതമല്ല എന്നുള്ളതാണ്. എവിടെയൊക്കെ ഇസ്ലാം ഒരു തിയറി പറയുന്നുണ്ടോ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം അള്ളാഹ് പറഞ്ഞു വെക്കും. ഞാൻ ഭയങ്കര അള്ളാഹിനെ ഇഷ്ടമുള്ള ആളാണ്, എനിക്ക് അള്ളാഹിനെ ഭയങ്കര വിശ്വാസമാണ് എന്ന് പറയുന്നത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യുന്നു, ലൈഫിൽ എന്ത് ചെയ്യുന്നു, എന്താണ് നിന്റെ ജീവിതം എന്നുള്ളതാണ് വിഷയം. തിയറിയും പ്രാക്ടീസും ഇത്രയും സുന്ദരമായിട്ട് മിക്സ് ചെയ്യുന്ന, പെർഫെക്റ്റ് മിക്സിൽ പറയുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അഖീമുസ് സ്വലാത്ത വ ആത്തുസ് സക്കാത്ത് എന്ന് പറയുന്നത്. അഖീമുസ് സ്വലാത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആത്മീയമായ ഒരു പ്രവർത്തനമാണ്. അത് പോരാ, അഖീമുസ് സലാത്ത് നിന്റെ ക്ലിയർ ആണെങ്കിൽ ആത്തുസ് സക്കാത്ത് എന്നുള്ളതും അതിൻ്റെ കൂടെ വരും. അതുകൊണ്ടാണ് ഈമാന്റെ കൂടെ അള്ളാഹു എന്ത് പറയുന്നത്? അമലുസ് സാലിഹാത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സൽക്കർമ്മമില്ലാത്ത ഈമാന് വെറും ഒരു അവകാശവാദം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപ്പാനെ ഭയങ്കര ബഹുമാനമാണ്, പക്ഷെ ഞാൻ ഉപ്പാനെ തോന്നുന്നതൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ബഹുമാനം എന്നുള്ളത് തിയറി മാത്രമാണ്. അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്നുള്ളതാണ്. ഇതിൽ ഖുർആൻ പഠനം പോലും നിങ്ങൾ ഖുർആനെ കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് നോക്കിയാൽ നമ്മളിപ്പോൾ ഖുർആൻ പഠിക്കുകയാണ്. ഈ ഖുർആൻ ഇങ്ങനെ പഠിച്ചിട്ട് നമുക്ക് ഒരു സൂറത്ത് അറിയാം, സൂറ ഹദീദ് അറിയാം, സൂറ ഹഷർ അറിയാം എന്നുള്ളത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യമല്ല. സൂറ ഹദീദായി നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. സൂറ ഹദീദിലെ അള്ളാഹിനെ കുറിച്ച് ഞാൻ 6 ആയത്തുകൾ പഠിച്ചു എന്നുള്ളതുകൊണ്ട് എന്താ കാര്യം? അള്ളാഹു എന്ന അൽ അലീം, അള്ളാഹ് എന്ന എല്ലാം അറിയുന്നവനെ അറിഞ്ഞുകൊണ്ട് ഞാൻ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഖുർആനെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ ഉദാഹരണമായിട്ട് ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി 2 ഹദീസ് പറയാം. നമുക്ക് അറിയാവുന്ന ഹദീസാണ്, പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഒന്നാമത്തെ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറയുകയാണെന്ത്? ഒരാൾ വിശ്വാസിയല്ല, അയാൾ വിശ്വാസിയല്ല, അയാൾ വിശ്വാസിയല്ല. ഈ 3 തവണ പറഞ്ഞതിന് ശേഷം ഒരു സഹാബി ചോദിക്കും, ആരെക്കുറിച്ചാണ് പ്രവാചകരെ താങ്കൾ പറയുന്നതെന്ന് ചോദിക്കുമ്പം, അയാൾ കാരണം അയാളുടെ അയൽവാസി സുരക്ഷിതനല്ലെങ്കിൽ, അയാളെ ദ്രോഹം കൊണ്ട് ഒരു അയൽവാസിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈമാൻ? എന്താണ് ഈമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽവാസിക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നതാണ് ഈമാൻ എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം എന്ന് കാണാൻ പറ്റും. വേറൊരു ഹദീസിൽ ഭയങ്കര സുന്ദരമായിട്ടുള്ള പ്രയോഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യഭിചാരിയും വിശ്വാസിയായിക്കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നില്ല എന്നാണ്. ഒരു വ്യഭിചാരിയും വിശ്വാസിയായിക്കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നില്ല. ഒരു മോഷ്ടാവും വിശ്വാസിയായിക്കൊണ്ട് മോഷ്ടിക്കുന്നില്ല. ഒരു മദ്യപാനിയും വിശ്വാസിയായിക്കൊണ്ട് മദ്യപിക്കുന്നില്ല. വളരെ കൃത്യമാണ്, വളരെ പെർഫെക്റ്റ് ആണ്. അയാളുടെ പേര് എന്തും ആയിക്കോട്ടെ, അയാൾ ആരും ആയിക്കോട്ടെ, അയാൾ എത്ര ഭയങ്കര മുസ്ലിം ഹാവഭാവങ്ങളുള്ള ആളും ആയിക്കോട്ടെ, അയാളുടെ അമല് ഈമാനെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ ആ സമയത്ത് ഈമാൻ ഇല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പം ഇതിലും സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അമലു സാലിഹാത്തും ഈമാനും തമ്മിലുള്ള ബന്ധം പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ ഈ ഹദീസ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടി പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്താണത്? ഈമാൻ സ്ഥായിയായ ഒരു സാധനമല്ല. എന്ന് വെച്ചാൽ
ഒരു മോഷ്ടാവും വിശ്വാസിയായിക്കൊണ്ട് മോഷ്ടാവാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മോഷ്ടിക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ അയാൾ വിശ്വാസിയായിരിക്കും. ഒരു ഘട്ടത്തിൽ, ഒരു വെള്ളിയാഴ്ച, ഒരു ശനിയാഴ്ച, ഒരു കൊല്ലം, 2 കൊല്ലം അയാൾ വിശ്വാസിയായിരിക്കും. പക്ഷെ മോഷ്ടിക്കുന്ന ആ സമയത്തും അയാൾ എന്ത് ചെയ്യണം? ഈമാനോടുകൂടി മോഷ്ടിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഈമാൻ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് എന്ത് ചെയ്യണം? ഈമാൻ ഉറപ്പുവരുത്തണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റും ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ഈമാൻ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് എന്ത് വേണം? അമലു സാലിഹാത്ത് വേണമെന്നാണ്. ഇനി ഖുർആൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു കാര്യം പറയുന്നത് എന്താണ്? നിങ്ങൾ വെറുതെ പ്രവർത്തിച്ചത് കൊണ്ട് കാര്യമില്ല, ഈമാൻ ഉണ്ടാകണം എന്നാണ്. എന്നുവെച്ചാൽ ഒരാൾ ഭയങ്കര നല്ല പ്രവർത്തകനാണ്, അയാൾ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ പോകുന്നില്ല എന്ന് നമ്മൾ ഇടയ്ക്ക് ചോദിക്കില്ലേ? ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു പോയിന്റാണ് എന്ത്? നിങ്ങൾ വെറുതെ പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല, അത് എത്ര നന്മയാണെങ്കിലും നിങ്ങൾ വെറുതെ പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല, ഈമാൻ ഉള്ളിൽ ഉണ്ടാകണം. ഇത് പറയുന്ന സൂറ നൂറിൽ 39-ാമത്തെ ആയത്തില് വല്ലദീന കഫറു, ആരാണ്? ഈമാൻ ഇല്ലാത്ത ആളാണ്. വല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ, അയാളുടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് മരുഭൂമിയിലെ മരീചിക പോലെയാണ്. മിറാഷ് നമ്മൾ പറയില്ലേ, മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ബിഖയ്യത്തിൻ യഹ്സബുഹു ളംആനു മാഅൻ, അതൊരു വെള്ളമാണ് എന്ന് നമുക്ക് തോന്നും. എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രവർത്തനമാണെന്ന് നമുക്ക് തോന്നും. ഓ, എന്തൊരു ഭയങ്കര പ്രവർത്തനമാണ്, അയാൾ എന്തൊക്കെ സമരങ്ങളാണ് ചെയ്യുന്നത്, എത്ര ആൾക്കാരെയാണ് ഇയാൾ സഹായിക്കുന്നത്, എത്ര നല്ല മനുഷ്യനാണ്, എന്തൊരു നല്ല പുഞ്ചിരിയാണ്, എത്ര നല്ല അയൽവാസിയാണ്. ലംആനു മാഅൻ, അത് ആണ്, ഭയങ്കര അമലാണ് എന്ന് നമ്മൾ വിചാരിക്കും. ഹത്താ ഇദാ ജാഅഹു ലം യജിദ്ഹു ഷൈഅ, അതിന്റെ അടുത്ത് പോകുമ്പോഴാണ് അറിയാവുന്നത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, അതൊരു അമലേ ആയിരുന്നില്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അമലാകുന്നത് എപ്പോഴാണ്? ഈമാൻ ഉണ്ടാകുമ്പോഴാണ്. ഈമാൻ ഉണ്ടായാൽ എന്ത് ചെയ്യും? അമല് ഉണ്ടാവും എന്നുള്ളത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആൻ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മുടെ ആയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ നമ്മൾ കൊടുക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് പറയുന്നത് പോലും എത്ര പെർഫെക്ഷനോടുകൂടിയാണ് ഖുർആൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. വ അൻഫഖൂ മിമ്മ ജഅലക്കും മുസ്തഖ്ലഫീന ഫീഹ്, 5 വാക്കുകളേ ഉള്ളൂ. പക്ഷെ ആ 5 വാക്കിലും അള്ളാഹു സൂക്ഷ്മമായിട്ട് ഇസ്ലാമിന്റെ ബേസാണ് പറയുന്നത്. നിങ്ങൾ കൊടുക്കുക എന്നല്ല പറയുന്നത്, നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചതിൽ നിന്നും കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ കൃത്യമാണ്. ഞാൻ ഏൽപ്പിച്ചതെന്ന് പറയുമ്പം അള്ളാന്റേതാണ് ഉടമസ്ഥത എന്ന് നമ്മൾ സൂറ ഹദീദിൽ ആദ്യം പഠിച്ചതിനോടാണ് കണക്ഷൻ. അള്ളയാണ് മാലിക്, അള്ളാന്റേതാണ് എല്ലാം, നമ്മുടെ കയ്യിലുള്ളതൊക്കെ അള്ളാന്റേതാണ്. അങ്ങനെയാകുമ്പം ആ അള്ള തന്നതിൽ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു ബേസിൽ, അടിസ്ഥാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ വെറുതെ പ്രവർത്തിക്കലല്ല, അള്ളാന്റെ ഈമാന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. ഈമാൻ എന്താണ്? അള്ളാഹു ആണ് മാലിക്, അള്ളാഹു ആണ് റാസിക്ക്. അള്ളാഹ് മാലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാന്റേതാണ് നമ്മുടെ കയ്യിലുള്ള പൈസ, അതാണ് ഞാൻ കൊടുക്കുന്നത് എന്ന ഈമാനോടുകൂടി കൊടുക്കുമ്പോഴേ അള്ളാഹ് അത് സ്വീകരിക്കുള്ളൂ. അള്ളാഹു ആണ് റാസിക്ക്, അള്ളയാണ് എനിക്ക് ഈ റിസ്ക് തന്നത്, അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിലുള്ള എന്തോ വലിയ സംഭവം ചെയ്തിട്ട് ഞാൻ ഏതോ ചക്കാത്ത് കൊടുക്കുന്ന ഭയങ്കര മുതലാളിയൊന്നുമല്ല, ഞാൻ ഒന്നുമല്ല, അള്ളയാണ് തന്നത്, ആ തന്നതിൽ നിന്നാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഈ കണക്ഷനൊക്കെ എന്ത് ചെയ്യുള്ളൂ, മൊത്തത്തിൽ ഇതാകുകയുള്ളൂ എന്ന് കാണാൻ പറ്റും. സൂറ ബഖറയിൽ 270-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. കുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ക ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു, അള്ളാഹു ആണ് എന്ത് ചെയ്യുന്നത്? റിസ്ക് കൂട്ടിക്കൊടുക്കുന്നതും കുറച്ചു കൊടുക്കുന്നതും. ഇതാണ് ഈമാന്റെ വിഷയം. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് കൊടുത്താലും അള്ളാഹ് എന്ത് ചെയ്യും? അള്ളാഹ് അത് കാണുന്നുണ്ട്, അള്ളാഹ് അതിന് എന്ത് ചെയ്യും? നിങ്ങൾക്ക് തക്കതായ വഹുവ ഖൈറുർ റാസിഖീൻ, അവൻ ആരാണ്? റാസിഖാണ് എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ 3 വിഷയം. ഇതിൽ കൊടുക്കുക എന്നുള്ളത് പോലും ഒരു മാനസികാവസ്ഥ കേട്ടോ. കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള എല്ലാം മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വേറൊരു വിഷയമാണ്, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. ഈ വിശ്വാസികൾ, നമ്മളിപ്പം ഭയങ്കര ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വഖഫ് ബോർഡിൻ്റെ വിഷയം. ഇപ്പം പിന്നെ കേന്ദ്ര ഗവൺമെൻറ് വഖഫ് ബോർഡിൻ്റെ നിയമം മാറ്റിയ വിഷയം. നിങ്ങൾ ആ വഖഫിനെ കുറിച്ച് മാത്രം ആലോചിച്ച് നോക്കുക. ഈ അൻഫക്ക, നിങ്ങൾ വിശ്വസിക്കുക അള്ളാഹുവിൽ,
എന്നിട്ട് അവന് തന്നതിൽ നിന്നും കൊടുക്കുക എന്നതിനെ ഈമാനോടുകൂടി ഉള്ളിൽ ഉറച്ച കുറേ വിശ്വാസികൾ ചരിത്രത്തിൽ ധാരാളമായി കൊടുത്തതിൻ്റെ ബാക്കി പത്രമാണ് വഖഫ് സ്വത്തുകൾ. ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ലാൻഡ് ഓണർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വഖഫ് ബോർഡാണ്. അത്രയും വഖഫ് സ്വത്തുകൾ ഉണ്ട്. ഉസ്മാനി ഖിലാഫത്തിൻ്റെ സമയത്ത് പിന്നെ എല്ലാ മേഖലയിലും വഖഫ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പറയപ്പെടുന്നത് ഒരാൾക്ക് വേണമെങ്കിൽ വഖഫ് ചെയ്ത ഹോസ്പിറ്റലിലായിരിക്കും അയാൾ ജനിച്ചത്, വഖഫ് ചെയ്ത ഭക്ഷണമായിരിക്കും അയാൾ കഴിച്ചത്, വഖഫ് ചെയ്ത ബുക്കായിരിക്കും അയാൾ വായിച്ചത്, വഖഫ് ചെയ്ത സ്കൂളിലായിരിക്കും അയാൾ പഠിച്ചത്, വഖഫ് ചെയ്ത ശമ്പളത്തിൽ നിന്നായിരിക്കും അയാൾക്ക് ശമ്പളം കിട്ടിയത്. എന്നിട്ട് അവസാനം അയാൾ മരിച്ചിട്ട് മറമാടപ്പെടുന്നത് വഖഫ് ചെയ്ത ഒരു ഭൂമി. അത്രയും വിശാലമായിട്ട് വഖഫ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അള്ളാഹു ഖുർആനിൽ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞത് നെഞ്ചോടേറ്റിയ കുറേ വിശ്വാസികൾ എൻ്റെ ബാക്കി പത്രമാണ്. ഇന്ത്യയിലേക്ക് വഖഫും ലോകത്തിലേക്ക് വഖഫ് സ്വത്തുകൾ ഞാൻ അതിൻ്റെ ഭാഗമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമുക്ക് ഈമാനിനെ കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ ധാരാളമായി നിറച്ചു തരുമാറാകട്ടെ. അള്ളാഹു ഗസയിലെ ജനങ്ങൾക്ക് ആശ്വാസവും ധാരാളമായി സഹായവും നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.